എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ ഹാർഡ് പാർട്ട് ആക്കുന്നത് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ സൈഡാണ്. ഈ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഫിസിക്കൽ കാർഗോ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിരിക്കണം ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻവോയ്സ് വാല്യൂ ആണെങ്കിലും, അതുപോലെ തന്നെ മെയ്ഡ് ഇൻ കൺട്രി ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് പീസസ് ഇൻഫോർമേഷൻസ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റിൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയറൻസിൽ ഉണ്ടാവില്ല. എപ്പോഴും ഷിപ്മെന്റ് സ്റ്റെക്ക് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെയ്ഡ് ഇൻ കൺട്രി പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഫിസിക്കൽ കാർഗോമ്മ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡോക്യുമെന്റിൽ മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇൻവോയ്സ് വാല്യൂ ചിലർ അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ടിരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് സംടൈംസ് കാർഗോ സ്റ്റെക്ക് ആവാറുണ്ട്. ചില സമയത്ത് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പാക്ക് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഫിസിക്കൽ കാർഗോമ്മ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതായത് ആ ഫിസിക്കൽ കാർഗോന്റെ കാർട്ടിന്റെ പുറത്ത് പ്രോപ്പർ ആയിട്ട് എത്ര പീസസ് ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യാത്ത അവസ്ഥ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കാർഗോ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓപ്പൺ ചെയ്യുമ്പോൾ ഡാമേജുകൾ വരാനുള്ള സാധ്യതകളും കാര്യങ്ങളും വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് കാർഗോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.